അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ബാത്റൂമിൽ പോകാൻ മുട്ടിയാലേ പോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തി തരാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ഫസ്റ്റ് ഈ നിർത്തി തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് മാത്രമല്ല, ബസ്സിലുള്ള ഒരു ആളും സപ്പോർട്ടീവായിട്ട് നിന്നില്ല എന്നുള്ളതാണ്. അതായത് നിർത്തി തരാൻ പറയുമ്പോഴേക്ക് നിർത്തി തരേണ്ടതാണോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. നിർത്തി തരാൻ ഞാൻ നടു റോഡിൽ നിർത്താനും പറഞ്ഞിട്ടില്ല. ആളെ മനസ്സിലായല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ബസ്സിൽ KSRTC ബസ്സിൽ ചില്ലൊക്കെ തല്ലി പൊട്ടിച്ച ഒരാൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ആ കക്ഷിയാണിത്. തീരെ വിവരമില്ലാത്തൊരു പെണ്ണാണല്ലോ അത്. കാരണം ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നാണ്, യാത്രക്കാർ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നല്ലേ പറയണം. അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ പറ്റിയ രീതിയിലല്ലോ ഇത് സംസാരിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനെ പരസ്യമായി അത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തായാലും നടപടി പിന്നാലെ വരുമല്ലോ. എന്തായിരുന്നു സംഭവിച്ചത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, നടപടി ഏതായാലും വന്നിട്ടുണ്ട്. ബസ്സിൻ്റെ സൈഡ് ഗ്ലാസ് തകർത്തതിനുള്ള നഷ്ടപരിഹാരം, ഒപ്പം ഈ ബസ്സിൻ്റെ സർവീസ് മുടക്കിയതിനുള്ള നഷ്ടപരിഹാരം. കാര്യം അപ്പിടാൻ മുട്ടിയിട്ടാണ്. പക്ഷെ അത് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഇത് കാര്യം എന്താന്ന് പറഞ്ഞത്. ബാത്റൂമിൽ പോകാനാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ അതാണ് കാര്യം ഇരുന്നുണ്ടെങ്കിൽ ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ കൊച്ചേ? ആ രഹസ്യമായിട്ട് ആ കണ്ടക്ടറോടോ അല്ലെങ്കിൽ ആ ഡ്രൈവറോടോ പറഞ്ഞിരുന്നെങ്കിൽ അവർ എന്ത് തന്നെയായാലും നിർത്തിത്തരുമായിരുന്നല്ലോ. ഇത്രയും ഷോ കാണിച്ചിട്ട് ആ ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊട്ടിച്ച് സ്റ്റേഷനിൽ പോയി പിന്നെ 10-25,000 28,000 രൂപ ഇങ്ങനെ ഫൈൻ അടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരും അറിയില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം നാട്ടുകാർക്ക്. കാരണം ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ ഒച്ചയമ്പൽ കൊടുക്കുന്ന ഒരാളെ ആദ്യമായിട്ടായിരിക്കും കണ്ടത്, അതും ഇത്രയും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരാൾ. കാര്യം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവും അവിടെ. ഒരുപാട് തവണ ബസ് ഇവിടെ നിർത്തണം എന്ന് പറയുന്നുണ്ട്. ബസ് കണ്ടക്ടറാണ് മുൻനിരയിലെ സീറ്റിൽ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല, ബസ് നിർത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ബസ് കണ്ടക്ടറും ഡ്രൈവറും സ്വീകരിക്കുകയും ചെയ്തത്. തർക്കത്തിനിടെ എന്തുകൊണ്ട് നിങ്ങൾ നിർത്തുന്നില്ല, ഇവിടെ സ്റ്റോപ്പുള്ളതല്ലേ എന്ന് യുവതി ചോദിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പില്ല, സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ബസ് നിർത്താൻ കഴിയൂ എന്നതാണ് കണ്ടക്ടറുടെ മറുപടി. ആ ഒരു തർക്കം തുടരുന്നതിനിടയിലാണ് ബസ്സിൽ തന്നെ നമ്മൾ എമർജൻസി എക്സിറ്റ്, അതായത് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്ലാസ് തകർത്ത് യാത്രക്കാർക്ക് പുറത്തേക്ക് രക്ഷപ്പെടുന്നതിന് ഹാമർ ചുറ്റിക വെക്കാറുണ്ട്. അതേ ചുറ്റിക എടുത്താണ് ബസ്സിന്റെ സൈഡിലുള്ള ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ബാത്റൂമിൽ പോകാൻ മുട്ടിയല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, പോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്റ്റൈലിലായിരിക്കും ഓരോരുത്തർ ഓട്ടം. കാല് പൊക്കിയിട്ടും പിന്നെ ചിലർ ഈ കല്ലൊക്കെ എടുത്തിട്ട് പോക്കറ്റിലൊക്കെ ഇടും. പൂറ്റിയൊക്കെ പൊന്തിച്ച് ഇങ്ങനെ പയ്യെ ഇങ്ങനെ നടന്നു പോകാറുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സൂചന കൊടുക്കണ്ടേ? ആർക്കെങ്കിലും ഒരു സൂചന കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാൻ മടിയായിരുന്നെങ്കിൽ ഏതെങ്കിലും അപ്പുറത്തിരുന്നൊരു യാത്രക്കാരുടെ അടുത്ത് പറയുന്നത് അവരെങ്കിലും പറയുമായിരുന്നല്ലോ. ഇത്രയും നാണം കിടേണ്ട വല്ല കാര്യമുണ്ടോ?